വെൽക്കം ടു എ അടിപൊളി ഈവനിങ് വ്ലോഗ്. എനിക്കിന്ന് സൺസെറ്റ് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒട്ടും പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഇങ്ങനൊരു ട്രിപ്പായത്. ട്രിപ്പ് എന്നൊന്നും പറയാനില്ല, എന്നാലും നമ്മളിപ്പോൾ കേക്ക് കൊടുക്കാനായിട്ട് പെരുമ്പാവൂരാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് സൺസെറ്റ് കാണാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ബീച്ചിൽ പോകുമെന്ന് അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അതെ, പോകുന്ന വഴിക്ക് നമുക്ക് ഒരാളെ കൂടി പിക്ക് ചെയ്യാൻ. ഒരു ഗേൾസ് ഡേ ഔട്ടൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ എങ്കിലും ഒന്നും നടപ്പിലുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ കേക്കൊക്കെ കൊടുത്ത് ഇനി നമ്മള് വൈപ്പിംഗ് ബീച്ച് ഇങ്ങോട്ട് പോകണേ, പുതുവൈ ബീച്ചിലോട്ട് പോകണം. 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും വരുന്നോന്നുള്ള സംഭവമൊക്കെ ഫിക്സ് ചെയ്തത്. പിന്നെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പാളിപ്പോവാറുണ്ട്. പാളിപ്പോയ ചരിത്രങ്ങളുണ്ടേ, അതേ ഉള്ളൂ. ഞങ്ങളെപ്പോലെയാണോ നിങ്ങളും? അതിന്റെ ഇടയിൽ ആമിക്കൊരു മണ്ടത്തരം പറ്റി. പുള്ളിക്കാരിയുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തായിരുന്നു ഞങ്ങൾ പാട്ട് വെച്ചോണ്ടിരുന്നത്. അതോർക്കാണ്ട് പുള്ളിക്കാരി ഫിയാൻസി അയച്ച വോയിസ് നോട്ട് പ്ലേ ചെയ്തു. പിന്നെ അതും പറഞ്ഞ ആട്ടി ആളെ സൈഡാക്കി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ വൈബിങ്ങിനൊന്നും യാതൊരു കുറവും ഉണ്ടാവില്ല. നോർമൽ വൈബ് തൊട്ട് തള്ള വൈബ് വരെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. ഫൈനലി നമ്മൾ ബീച്ചിലെത്തിക്കഴിഞ്ഞ ക്രൗഡ് കണ്ടോടുകൂടി ഞങ്ങളുടെ എല്ലാവരുടെയും മൂഡ് പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആദ്യം ഒരു ബീച്ചിൽ പോയി, അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടെയും തിരക്കെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തുള്ള ബീച്ചിൽ ഇറങ്ങി. അവിടെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിട്ട് അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തൊട്ടിപ്പുറത്തുള്ള ബീച്ചിലോട്ട് വന്നു. ഒരുപാടൊന്നും ചിന്തിക്കാൻ നിന്നില്ല. ആദ്യം തന്നെ കിട്ടിയ കുറച്ച് സ്ഥലത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്നതൊന്നും അല്ല, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മറ്റേതായിട്ട് നല്ല തിരക്കായിരുന്നു. അല്ലെങ്കിൽ ഈ സിനിമയിൽ നായകനും നായികയും നിൽക്കുന്ന ബീച്ചിൽ മാത്രമേ ഞാൻ വേറെ ആൾക്കാരെയൊന്നും കാണാതിരുന്നിട്ടുള്ളൂ. ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ബീച്ചിലെത്തിയത്. പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം സൺസെറ്റ് ആണല്ലോ. സോ ആ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യാനായിട്ടാണല്ലോ വന്നത്. പിന്നെ ഒരുപാട് നേരമൊന്നും നിന്നില്ല. നമ്മൾ അപ്പം തന്നെ കടലിലോട്ട് ഇറങ്ങിയൊന്നുമില്ല. ജസ്റ്റ് മുട്ടുവരയ്ക്ക് നനഞ്ഞുള്ളൂ. ആർക്കും നനയ്ക്കാനായിട്ട് താല്പര്യം ഉണ്ടായില്ല. പിന്നെ ഞാനാണ് എല്ലാത്തിനെയും പിടിച്ച് മുക്കിയത്. പിന്നെ അധികം ക്രൗഡൊന്നും ഇല്ലാത്ത സ്ഥലം തപ്പി ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ നടന്നു നോക്കി. പിന്നെ നടന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായപ്പോൾ കിട്ടിയ കുറച്ച് സ്ഥലത്ത് നിന്ന് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. കുഞ്ഞായിരുന്നപ്പോഴൊക്കെ എപ്പോൾ ബീച്ചിൽ വന്നാലും തലവരെ നനഞ്ഞിട്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. വലുതായപ്പോൾ ആ മണ്ണാവുന്നതും വെള്ളമാവുന്നതൊക്കെ ഓർക്കുമ്പോൾ സ്വന്തമായിട്ട് അതെല്ലാം വേണ്ടാന്ന് നോക്കി. ഇപ്പോൾ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ കരയ്ക്ക് നിന്ന് നൊക്ലാച്ചി അടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. നമ്മളൊക്കെ എന്താ ഇങ്ങനെ, അല്ല ഞാനെന്താ ഇങ്ങനെ. പിന്നെ ഞങ്ങൾക്കൊക്കെ ഇതുപോലൊരു ഗേൾസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടാവും എന്നറിയാം. ലുലു മാള് തൊട്ട് മലേഷ്യ വരെ നമ്മൾ പ്ലാൻ ചെയ്യും. എന്നാൽ പ്ലാൻ ചെയ്തത് ഇതുവരെ നടന്നിട്ടില്ല. പിന്നീട് ഞങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കി. പ്ലാൻ ചെയ്യാണ്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ നടക്കും, ഇല്ലെങ്കിൽ നടക്കൂല. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയട്ടെ. നമ്മളിങ്ങനെ വലുതായി വുമൻഹുഡിലോട്ട് എത്തുന്തോറും ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ആർ ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻസ് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും ബ്ലൈൻഡായിട്ട് കൈയടിക്കോ അങ്ങനെയൊന്നും അല്ല ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ തമ്മിൽ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള സ്പേസും കൂടി വരുമ്പോഴല്ലേ അത് നല്ലൊരു റിലേഷൻഷിപ്പ് ആവുന്നത്. ആർക്കും ആരുടെയും കാര്യങ്ങളും എന്ന് പറയാം. തെറ്റ് നമ്മുടെ ആണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത്. ചെയ്യുന്ന ശരികൾക്കും കിട്ടുന്ന അച്ചീവ്മെന്റ്സിനും മനസ്സറിഞ്ഞ് കൈയടിക്കും. സോ നമ്മുടെ സൺസെറ്റ് ഒക്കെ കണ്ടില്ലേ. ഇന്ന് ഞാൻ നേരിട്ട് കണ്ട സൺസെറ്റിന് ഞാൻ മനസ്സിൽ കണ്ട സൺസെറ്റിനായാലും ഭയങ്കര ഭംഗിയായിരുന്നു. അതിന് കാരണം ചുറ്റിനുള്ള കുറെ മനുഷ്യർ തന്നെയാണ്. പിന്നെ എത്രയൊക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞാലും 9 മണിക്കുള്ളിൽ വീട്ടിൽ കയറിക്കൊള്ളാം. അത്രയ്ക്കുള്ളൂ ഫ്രീഡം.